പ്രിയ സുഹൃത്തുക്കളെ, നമ്മളുടെ അടുത്ത് മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ നമ്മുടെ അടുത്ത് ചിരിക്കുന്നു, കളിക്കുന്നു, സംസാരിക്കുന്നു, നമ്മളെ പ്രലോഭനമായ വാക്കുകൾ പറഞ്ഞ് നമ്മളെ പൂശുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കും അവർക്ക് നമ്മളോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെന്ന്. ഒരിക്കലും ഉണ്ടാവണമെന്ന് ഇല്ല. നമ്മളടുത്ത് അവർക്ക് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടാവണമെന്നില്ല. കാരണം ചില വ്യക്തികൾ സ്നേഹിക്കുന്നത് നമ്മുടെ സമ്പത്തിനെ കണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പറ്റുന്നതിന് വേണ്ടിയായിരിക്കും നമ്മളെ സ്നേഹിക്കുന്നത്. പക്ഷേ അതേപോലെ തന്നെ അവർ തിരിച്ച് ഒരു നിമിഷം കൊണ്ട് തന്നെ നമ്മളെ വെറുത്തിട്ട് അവർ പിന്മാറിപ്പോകും. അപ്പോൾ നമ്മളുടേതായ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ഉപകാരമുണ്ടെങ്കിൽ അവരതിനെ നടത്തിച്ചതിന് ശേഷം നമ്മളെ വിട്ട് പിന്മാറിപ്പോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ കൂടുതലും പഠിക്കുക. അവർക്ക് എത്രത്തോളമാണ് നമ്മളോടുള്ളതായ ആത്മാർത്ഥമായ സ്നേഹമെന്നുള്ളത് വളരെയധികം നമ്മൾ ചിന്തിച്ചാണ് മുന്നോട്ട് പോവേണ്ടത്. കാരണം നമ്മളെ കുടുംബത്തിലുള്ളവരായിരുന്നാലും ശരി, മറ്റ് ചുറ്റുപാടുമുള്ളവരായിരുന്നാലും ശരി, നമ്മളെ കൂട്ടുകാരായിരുന്നാലും ശരി, അവരെക്കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടാണ് അവരോട് ആത്മാർത്ഥതയും സ്നേഹവും കാണിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് നമ്മൾ വഞ്ചിക്കപ്പെടും. കാരണം അങ്ങനെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് പേരങ്ങനെ നിരാശയിലായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്, ഒരു വയ്യായ്മ വന്നാൽ ഓടിയെത്തും, അല്ലെങ്കിൽ ഒരാവശ്യം വന്നാൽ ഓടിയെത്തും. ഈ സുഹൃത്തെന്ന് പറയുന്നവരൊക്കെ ഓടിയെത്തുമെന്ന് പറഞ്ഞാൽ അപൂർവം പേര് മാത്രമേ ഓടിയെത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് ഒന്നുപോലെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു എങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നല്ല രീതിയിൽ ആത്മാർത്ഥമായി നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ വ്യക്തിയോട് സ്നേഹം കൂടാവൂ.